കേന്ദ്രം വെട്ടിക്കുറച്ച ഗ്രാന്റുകളെ പഴിചാരി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. മെഡിസെപ് കൃത്യമായി നടപ്പാക്കുകയാണ് സർക്കാരിന്റെ നയം. UDF അട്ടിൻതോലിട്ട ചെന്നായാണെന്ന് തിരിച്ചറിയാൻ ജീവനക്കാർക്കും ജനങ്ങൾക്കും കഴിയുമെന്ന് ധനമന്ത്രി പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. അവരുടെ നിയമം അനുസരിച്ചിട്ട് ആ കാര്യം അംഗീകരിക്കുന്നില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം ചർച്ച ചെയ്തിട്ട് അഷ്വേർഡ് പെൻഷൻ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു കാഴ്ചപ്പാടിലും ഞങ്ങൾക്ക് മാറ്റമില്ല. ഞങ്ങളത് ഭരണമിരിക്കുമ്പോൾ ഒന്ന് പറയുകയും പ്രതിപക്ഷമാകുമ്പോൾ അന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിഴുങ്ങിക്കൊണ്ട് ജനങ്ങളെയും തൊഴിലാളികളെയും ജീവനക്കാരെയും പറ്റിക്കാൻ അഭിപ്രായം എന്ന് പറയുന്ന ആളുകളല്ല ഞങ്ങൾ പ്രതിപക്ഷത്തുള്ളപ്പോഴും ഭരണപക്ഷത്തുള്ളപ്പോഴും എടുക്കുന്ന നിലപാടൊന്നു തന്നെയാണ്. ജീവനക്കാരുടെ കാര്യത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതാണ്. ജീവനക്കാരാണ് ഏറ്റവും വലിയ ബർഡൻ എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല. ജീവനക്കാരുണ്ടെങ്കിലേ, നല്ല ജീവനക്കാരും നല്ല സർവീസും ഉണ്ടെങ്കിലേ സംസ്ഥാനം നിൽക്കൂ. സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഇവിടെ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കേരളം പോലെ ഇടതുപക്ഷം ഉണ്ടായിരുന്ന ബംഗാളും ത്രിപുരയും ഞങ്ങളിപ്പോൾ അധികാരത്തിലില്ല. ബംഗാളിൽ ഏറ്റവും കൂടുതൽ പൊതു സ്കൂളുകൾ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് ബംഗാൾ. 20,000-ൽ സ്കൂളുണ്ടായിരുന്നു. അവിടെ കഴിഞ്ഞ 10-12 വർഷമായിട്ട് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് വന്നതിന് ശേഷം അവിടുത്തെ ആകെയുള്ളതിൻ്റെ നല്ലൊരു ഭാഗം 8,500 സ്കൂൾ അടച്ചുപൂട്ടി.